നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ബലാത്സംഗ കേസിൽ എം മുകേഷ് MLAക്ക് താൽക്കാലിക ആശ്വാസം. അടുത്ത 5 ദിവസത്തേക്ക് അറസ്റ്റ് തടഞ്ഞ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. നടന്നത് ബ്ലാക്ക് മെയിലിംഗ് എന്നും തെളിവുകൾ കൈവശമുണ്ടെന്നും മുകേഷിന്റെ വാദം. എം മുകേഷിന്റെ രാജിക്കായി കടുത്ത സമ്മർദ്ദവുമായി CPI. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടു. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ. MLAയുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും മാർച്ച് നടത്തി. യുവമോർച്ചയുടെ ക്ലിഫ് ഹൗസ് മാർച്ചിൽ സംഘർഷം. എം മുകേഷിന്റെ രാജി ആവശ്യം തള്ളി LDF കൺവീനർ EP ജയരാജൻ. മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നെങ്കിൽ 2 കോൺഗ്രസ് MLAമാരെ ആദ്യം രാജിവെപ്പിക്കണം. സർക്കാർ ശരിയേ ചെയ്യുള്ളൂ എന്നും കാത്തിരിക്കാമെന്നും EP ജയരാജൻ. എം മുകേഷിന്റെ രാജിയിൽ ഉചിതമായ തീരുമാനമുണ്ടാകുമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. തീരുമാനം മുകേഷിന് വിടുകയല്ലെന്നും MA ബേബി വ്യക്തമാക്കി. ഒരു നിമിഷം പോലും വൈകാതെ എം മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പ്രക്ഷോഭം ശക്തമാക്കുമെന്നും K സുരേന്ദ്രൻ. എം മുകേഷ് ഉടൻ രാജിവെക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണം. കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ല എന്നും V മുരളീധരൻ. മുകേഷ് രാജിവെച്ച് നിയമ നടപടി നേരിടണമെന്ന് മുൻ MP രമ്യ ഹരിദാസ്. മുഖ്യമന്ത്രിയും സർക്കാരും വേട്ടക്കാർക്കൊപ്പം. പവർ ഗ്രൂപ്പിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രമ്യ ഹരിദാസ്. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ശുചിത്വ അംബാസിഡർ പദവി നടൻ ഇടവേള ബാബു രാജിവെച്ചു. ഇടവേള ബാബുവിനെതിരെ ലൈംഗികാരോപണ പരാതി ഉയർന്നതോടെ പദവിയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. കേസെടുത്ത സാഹചര്യത്തിൽ നിലവിൽ അമേരിക്കയിലുള്ള നടൻ ജയസൂര്യ ഉടൻ കേരളത്തിലേക്കില്ല. മുൻകൂർ ജാമ്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കും വരെ വിദേശത്ത് തുടരാനാണ് ജയസൂര്യയുടെ തീരുമാനം. നടൻ ജയസൂര്യക്കെതിരായ പരാതിയിൽ പൊതുഭരണ വകുപ്പിനോട് അന്വേഷണ സംഘം വിവരങ്ങൾ തേടി. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ തന്നെ കടന്നുപിടിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി. സിനിമാ ഷൂട്ടിങ്ങിന് സെക്രട്ടേറിയറ്റ് വാടകയ്ക്ക് നൽകിയതിന്റെ വിവരങ്ങളാണ് തേടിയത്. എം മുകേഷ് MLAക്ക് പുറമെ നടിയുടെ പരാതിയിൽ 6 പേർക്കെതിരെ കൂടി കേസ്. ജയസൂര്യയും ഇടവേള ബാബുവും മണിയമ്പിള്ള രാജുവും പ്രതികൾ. പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളിനും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിച്ചുവിനും ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് VS ചന്ദ്രശേഖരനുമെതിരെ കേസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പ്രകൃതി വിരുദ്ധ പീഡനം. യൂട്യൂബർ ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേരയും അടക്കം 5 പേർക്കെതിരെ കേസ്. പീഡനം വീട്ടിൽ അതിക്രമിച്ച് കയറി യുവതിയെ കെട്ടിയിട്ട് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. തമിഴ് സിനിമയിലും ഹേമ കമ്മിറ്റി മോഡൽ വേണമെന്ന് നടനും നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായ വിശാൽ. തമിഴിലും സ്ത്രീകൾ സുരക്ഷിതരല്ല. അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നവരെ ചെരിപ്പൂരി അടിക്കണമെന്നും വിശാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ നിലപാടിനെ പരിഹസിച്ച എഴുത്തുകാരൻ T പത്മനാഭൻ. മന്ത്രിയുടേത് നിഷ്കളങ്കമായ സത്യപ്രസ്താവനയെന്നും തിമിംഗലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും ഇരുട്ടില്ലെന്നും T പത്മനാഭൻ. സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ പശ്ചിമബംഗാൾ നടി ഫേസ്ബുക്ക് പേജ് ഡീആക്ടിവേറ്റ് ചെയ്തു. മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്ന് താരം. തൽക്കാലം ഇടവേളയെടുക്കുന്നുവെന്ന് വിശദീകരണം. പ്രതികരണം തേടി ആരും ഫോണിൽ വിളിക്കരുതെന്നും അഭ്യർത്ഥന. രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ പരാതിയിൽ അന്വേഷണ സംഘത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചതായി സംവിധായകൻ ജോഷി ജോസഫ്. ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കാൻ പരാതിക്കാരിയായ നടി സെപ്റ്റംബർ 10 കേരളത്തിലെത്തുമെന്നും ജോഷി. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ നടികൾ തന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന ഭയമാണ് സുരേഷ് ഗോപിക്കെന്ന് മുൻ MP TN പ്രതാപൻ. റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഭയപ്പാടും അപകർഷതാബോധവും നിറഞ്ഞ അവസ്ഥയിലാണ് സുരേഷ് ഗോപിയെന്നും TN പ്രതാപന്റെ വിമർശനം. തൃശൂരിൽ വിരിഞ്ഞത് താമരപ്പൂവല്ല ചെമ്പരത്തിപ്പൂവാണെന്നും പരിഹാസം. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ സുരേഷ് ഗോപിക്കെതിരെ നൽകിയ പരാതിയിൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. രാമനിലയം ഗസ്റ്റ് ഹൌസിൽ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ അനിൽ അക്കര ഹാജരാക്കി. മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കയ്യേറ്റത്തെ അപലപിച്ച് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. പൊതുപ്രവർത്തകന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണത്. മാധ്യമലോകത്തോടും പൊതുസമൂഹത്തോടും ക്ഷമ ചോദിക്കാനുള്ള മാന്യത സുരേഷ് ഗോപി കാട്ടണമെന്നും ജില്ലാ സെക്രട്ടറി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി പുനരധിവാസ പദ്ധതി നടപ്പാക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. വീട് നഷ്ടപ്പെട്ടവർക്ക് മുൻഗണന. മാറി താമസിക്കേണ്ടി വന്നവരെ 2ാം ഘട്ടത്തിൽ പരിഗണിക്കും. വായ്പ എഴുതിത്തള്ളാൻ റിസർവ് ബാങ്കിനെയും കേന്ദ്ര ധനമന്ത്രാലയത്തെയും സമീപിക്കും.
ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് ദുരന്തഭൂമിയിൽ പഠനം തുടരുമെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി. റഡാർ, ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് വിശദമായ പരിശോധന നടത്തും. കോഴിക്കോട് NIT-യിൽ നിന്നുള്ള സംഘം 2 ആഴ്ചയ്ക്കകം പരിശോധന നടത്തി പുനരധിവാസത്തിൽ തീരുമാനമെടുക്കും. കായംകുളം CPI-ൽ പൊട്ടിത്തെറി. പുളിക്കണക്ക് ബ്രാഞ്ച് കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ചു. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെയാണ് കൂട്ടരാജി. കോഴിക്കോട് കായക്കൊടിയിൽ മിന്നൽ ചുഴലി. നാവോട്ടുകുന്നിൽ 3 വീടുകൾ പൂർണ്ണമായും 2 വീടുകൾ ഭാഗികമായും തകർന്നു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം താറുമാറായി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി 2100 കോടി രൂപയുടെ വായ്പ അനുവദിച്ച് നബാർഡ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയും നബാർഡും തമ്മിലാണ് കരാർ. രാജ്യത്തെ നിയമപണ്ഡിതനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ AG നൂറാനി അന്തരിച്ചു. 93 വയസ്സായിരുന്നു. മുംബൈയിലായിരുന്നു അന്ത്യം. സുപ്രീം കോടതിയിലും ബോംബെ ഹൈക്കോടതിയിലും അഭിഭാഷകനായി പ്രവർത്തിച്ച നൂറാനി ഭരണഘടനാ വിദഗ്ധൻ കൂടിയായിരുന്നു. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് കേസിൽ പ്രതി അഖിൽ വർഗീസിനെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ചാണ് നോട്ടീസ് പുറത്തിറക്കിയത്. PV അൻവർ MLA-യും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയും തമ്മിലുള്ള ഭിന്നത വീണ്ടും. SP-യുടെ ഔദ്യോഗിക വസതിയിലെത്തിയ PV അൻവർ MLA-യെ തടഞ്ഞു പോലീസ്. MLA എത്തിയത് 2021 SP-യുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തിയത് അന്വേഷിക്കുന്നില്ലെന്ന് ആരോപിച്ച്. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിനെതിരെയുള്ള BJP പ്രതിഷേധം കണക്കിലെടുത്ത് കൊൽക്കത്തയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വീട് ആക്രമിക്കാൻ ശ്രമിച്ച 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മമതയെ വിമർശിച്ച് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം വീണ്ടും രംഗത്തെത്തി. നവകേരള ബസ് കട്ടപ്പുറത്തായിട്ട് 1 മാസം. അറ്റകുറ്റപ്പണിയുടെ പേരിൽ ബസ് പിടിച്ചിട്ടിരിക്കുന്നത് KSRTC കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിൽ. KSRTC ആസ്ഥാനത്ത് നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ. വടകരയിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി. ഹർജിക്കാരന്റെ പരാതിയിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് കോടതിയുടെ ചോദ്യം. പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും കോടതി ഉത്തരവ്. കൊല്ലം കൊട്ടാരക്കരയിൽ പോക്സോ കേസ് പ്രതിക്ക് 20 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും. പള്ളിമൺ സ്വദേശി ഷിബുവിനെയാണ് കോടതി ശിക്ഷിച്ചത്. 2019 കേസിനാസ്പദമായ സംഭവം. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ ഗ്രേസ് മാർക്ക് തട്ടിപ്പ് കേസിൽ ഇടപെട്ട് ഹൈക്കോടതി. 6 ഗ്രൂപ്പ് ഇനങ്ങൾക്ക് ഗ്രേസ് മാർക്കും സർട്ടിഫിക്കറ്റും നൽകുന്നത് തടഞ്ഞു. 2 ആഴ്ചത്തേക്കാണ് ഇടക്കാല സ്റ്റേ. മാറനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജ് വിദ്യാർത്ഥി അശ്വിൻ നൽകിയ ഹർജിയിലാണ് കോടതി വിധി. KSRTC പെൻഷൻ വിഷയത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ദുഃഖകരം. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഉടൻ നൽകണമെന്നും സെപ്റ്റംബറിലെ പെൻഷൻ വൈകരുതെന്നും സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. നോക്കാം ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. മാധ്യമപ്രവർത്തകൻ മുസാഫിർ രചിച്ച ആഫ്രിക്കൻ ആകാശത്തിലെ ആ ഒറ്റ നക്ഷത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പുസ്തകം അഡ്വക്കേറ്റ് KNA ഖാദറിന് നൽകിയ എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് K മോഹൻദാസ് അധ്യക്ഷനായി. വയനാട് ദുരന്ത നിവാരണത്തിനായി ഛത്തീസ്ഗഡിലെ കേരള സമാജം പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3,15,500 രൂപ കൈമാറി. കേരള സമാജം ചണ്ഡീഗഡ് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ പിള്ള, സെക്രട്ടറി മണി നായർ, എക്സിക്യൂട്ടീവ് അംഗം നിക്കസ് പട്ടത്തിൽ എന്നിവർ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറി. തൃശൂർ ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് എമിറേറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെപ്റ്റംബർ 1 സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. വി കെയർ ഹോസ്പിറ്റൽ, ദ ഐ ഫൗണ്ടേഷൻ മലപ്പുറം, PNNM ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നിവയുടെ സഹകരണത്തിലാണ് മെഡിക്കൽ ക്യാമ്പ്. കേരള ബ്ലാസ്റ്റേഴ്സിന് തുറന്ന കത്തുമായി ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട. സീസൺ അടുത്തിരിക്കെ ക്ലബിന്റെ തയ്യാറെടുപ്പുകളിൽ ആശങ്ക രേഖപ്പെടുത്തിയാണ് കത്ത്. പുതിയ താരങ്ങളെ എത്തിക്കാത്തതിൽ ക്ലബിന് വിമർശനവുമുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ പഴകിയ ഭക്ഷണം വിളമ്പിയ ഹോട്ടൽ പൂട്ടിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഇന്നലെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ചിക്കൻ ഫ്രൈയിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഭക്ഷണം കഴിച്ച 4 പേരെ ശാരീരിക അവശതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം പടപ്പക്കരയിൽ കൊച്ചുമകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന മുത്തച്ഛൻ മരിച്ചു. മരിച്ചത് പുഷ്പവിലാസത്തിൽ ആന്റണി. കൊച്ചുമകൻ അഖിൽ കുമാർ ഒളിവിൽ. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം പ്രധാന അറിയിപ്പുകൾ. ഈ വർഷത്തെ 10ാം തരം തുല്യതാ പരീക്ഷ ഒക്ടോബർ 21 മുതൽ 30 വരെ നടക്കും. പരീക്ഷാ ഫീസ് സെപ്റ്റംബർ 30 മുതൽ അടയ്ക്കാം. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ ഹോം സയൻസ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം. അഭിമുഖം അടുത്ത മാസം 6-ന്. കോഴിക്കോട് പേരാമ്പ്ര നൊച്ചാട് പഞ്ചായത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഓവർസിയറെ നിയമിക്കുന്നു. അഭിമുഖം അടുത്ത മാസം 4-ന് പഞ്ചായത്ത് ഓഫീസിൽ.
വയനാട് അമ്പലവയൽ കാർഷിക കോളേജിൽ ഒഴിവുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നിയമനം. അഭിമുഖം അടുത്ത മാസം 10-ന്. കണ്ണൂർ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ഡിസ്പെൻസറികളിൽ അറ്റൻഡർ, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിൽ നിയമനം. അഭിമുഖം അടുത്ത മാസം 4-ന് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ. തിരുവനന്തപുരം മണക്കാട് പെരുന്നെല്ലി റോഡിൽ അടുത്ത മാസം 28 വരെ ഗതാഗത നിയന്ത്രണം. മണക്കാട് GK ജംഗ്ഷൻ, കല്ലുംമൂട് വഴി വാഹനങ്ങൾ പോകണം. കോട്ടയത്ത് തപാൽ സേവന രംഗത്തെ പരാതികൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദാലത്ത് നടത്തുന്നു. ചങ്ങനാശ്ശേരി ഡിവിഷനിലെ പോസ്റ്റ് ഓഫീസ് സീനിയർ സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ സെപ്റ്റംബർ 3-ന് ഉച്ചകഴിഞ്ഞ് 2-ന് ഡിവിഷണൽ ഡാക് അദാലത്ത് നടത്തും. ദേശീയ വാർത്തകൾ. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ഡൽഹി പോലീസിൽ പരാതി. ബംഗാളിൽ തീ പടർന്നാൽ ഡൽഹിക്കും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും കത്തുമെന്ന പരാമർശത്തിനെതിരെയാണ് പരാതി. ജമ്മുകശ്മീരിൽ 2ാം-ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2ാം ഘട്ടത്തിൽ സെപ്റ്റംബർ 25-ന് വിധിയെടുത്ത് 26 സീറ്റുകളിൽ. വോട്ടെണ്ണൽ ഒക്ടോബർ 4-ന്. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി അധ്യക്ഷയും മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും പാർട്ടിയുടെ അജണ്ടകൾ കേന്ദ്രഭരണ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് മെഹബൂബ മുഫ്തി. ജമ്മു മേഖലയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താനുള്ള ശ്രമമെന്ന് BJP സ്ഥാനാർത്ഥി താക്കൂർ രൺധീർ സിംഗ്. സെപ്റ്റംബർ 3-ാം ആഴ്ച മുതലാണ് ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. തന്നെ അയോഗ്യനാക്കാൻ UPSCക്ക് അധികാരമില്ലെന്ന് വ്യാജരേഖ ചമച്ച് ജോലി നേടിയ മുൻ IAS ട്രെയിനി പൂജ ഖേദ്കർ ഒരിക്കൽ പ്രൊബേഷണറി ഓഫീസറായി തെരഞ്ഞെടുത്താൽ അയോഗ്യയാക്കാൻ കഴിയില്ല എന്നാണ് പൂജയുടെ വാദം. മണിപ്പൂരിൽ സൈന്യം നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തി. 1 സ്റ്റൺ മെഷീൻ ഗൺ, 2 പിസ്റ്റളുകൾ, ഗ്രനേഡുകൾ, വെടിയുണ്ടകൾ എന്നിവയാണ് കണ്ടെടുത്തത്. മുംബൈയിൽ 9-കാരിയെ പിതാവ് പീഡിപ്പിച്ചു. പിതാവ് അറസ്റ്റിൽ. ജൂണിൽ നടന്ന പീഡന വിവരം പുറത്തറിഞ്ഞത് കുട്ടി അമ്മയോട് പറഞ്ഞതോടെ. മഴക്കെടുതിയിൽ വലയുന്ന ഗുജറാത്തിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. മരിച്ചവരുടെ എണ്ണം 28ആയി. സൗരാഷ്ട്ര മേഖലയിലും തെക്കൻ ഗുജറാത്തിലും സ്ഥിതി ഗുരുതരം. സംസ്ഥാനത്ത് 122 ഡാമുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. 6 ജില്ലകളിൽ NDRFന് പുറമെ രക്ഷാദൗത്യത്തിന് സൈന്യവും. നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ ആദ്യ മെഗാ സംസ്ഥാനതല സമ്മേളനം സെപ്റ്റംബർ 23-ന് തമിഴ്നാട് വക്രവണ്ടിയിൽ നടത്തും. വൻ ജനപങ്കാളിത്തമുണ്ടാകുമെന്ന് പാർട്ടി നേതൃത്വം. ജമ്മുകശ്മീരിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത് സൈന്യം. 2 പാക് ഭീകരരെ വധിച്ചു. ഏറ്റുമുട്ടൽ രജൌരിയിൽ. മേഖലയിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചു. ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസിന് തിരിച്ചടി. 2 രാജ്യസഭാ MPമാർ രാജിവെച്ചു. ഇരുവരും TDPയിൽ ചേർന്നേക്കുമെന്ന് സൂചന. മുംബൈ നഗരത്തിലെ ആദ്യ ഡബിൾ ഡെക്കർ മേൽപ്പാലം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ. തിരക്ക് ലഘൂകരിക്കുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനും മേൽപ്പാലം നിർണായക പങ്ക് വഹിക്കുമെന്ന് മുഖ്യമന്ത്രി. മഴക്കെടുതിയിൽ വലയുന്ന ത്രിപുരയിൽ 600,000 ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലെന്ന് ത്രിപുര സർക്കാർ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 31ആയി. നിലവിലുള്ളത് 369 ദുരിതാശ്വാസ ക്യാമ്പുകൾ. ഉത്തർപ്രദേശിലെ നരഭോജി ചെന്നായ പിടിയിൽ. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. ചെന്നായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 8 കുട്ടികൾ ഉൾപ്പെടെ 9 പേർ. മഹാരാഷ്ട്രയിലെ പാൽഘറിൽ വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറിയ ട്യൂഷൻ അധ്യാപകനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ച് രക്ഷിതാക്കളും നാട്ടുകാരും. ട്യൂഷന് പോകാൻ വിസമ്മതിച്ച 13-കാരിയാണ് അധ്യാപകന്റെ മോശം പെരുമാറ്റം രക്ഷിതാക്കളോട് പറഞ്ഞത്. ഡൽഹിയിലെ ജഗത്പുരിയിൽ ക്ലസ്റ്റർ ബസ്സിന് തീപിടിച്ചു. 40 യാത്രക്കാരെ രക്ഷപ്പെടുത്തി. ആളപായമില്ല. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീയണച്ചു. അപകടത്തിന്റെ കാരണം അവ്യക്തം. നോക്കാം ഇനി രാജ്യാന്തര വാർത്തകൾ. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഭൂചലനം. 5.7 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ഈ മാസം 16-നും ഭൂചലനമുണ്ടായിരുന്നു. ചെങ്കടലിൽ ഹൂതി വിമതർ ആക്രമിച്ച ഗ്രീക്ക് എണ്ണ ടാങ്കറിൽ നിന്നുള്ള ചോർച്ച വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് US പ്രതിരോധ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 1.5 ലക്ഷം ടൺ ക്രൂഡാണ് കപ്പലിലുള്ളത്. കപ്പൽ ആക്രമിച്ചത് കഴിഞ്ഞയാഴ്ച. കുർസ്ക് ആണവ നിലയത്തിന് സമീപം യുക്രൈന്റെ യുദ്ധോപകരണങ്ങൾ നിർവീര്യമാക്കിയതായി റഷ്യൻ സൈന്യം. നിർവീര്യമാക്കിയത് യുക്രൈന് അമേരിക്ക നൽകിയ യുദ്ധോപകരണങ്ങൾ. പ്രളയക്കെടുതിയിൽ വലഞ്ഞ് ബംഗ്ലാദേശ്. മരണസംഖ്യ 31ആയി. 4000-ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. 6 ദശലക്ഷത്തോളം പേരെ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചു.
ജപ്പാന്റെ തെക്കൻ ദ്വീപായ കിഷുവിൽ ആഞ്ഞുവീശി ഷാൻ ചുഴലിക്കാറ്റ്. വൈദ്യുതി ബന്ധം താറുമാറായതോടെ 2.5 ലക്ഷത്തോളം വീടുകൾ ഇരുട്ടിൽ. പ്രശസ്ത സ്പാനിഷ് നടൻ റൊഡോൾഫോ സാഞ്ചസിന്റെ മകൻ ഡാനിയൽ സാൻജോ ബ്രോഞ്ചെലോക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് തായ് കോടതി. നടപടി കൊളംബിയൻ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 6 ചൈനീസ് സൈനിക വിമാനങ്ങളും 2 കപ്പലുകളും രാജ്യാതിർത്തിയിലെത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം. പാകിസ്ഥാനിൽ വായുമലിനീകരണം അതിരൂക്ഷം. നിരവധി പേർക്ക് ശ്വാസമുട്ടൽ ഉൾപ്പെടെ അനുഭവപ്പെട്ടു. ഏറ്റവും മലിനമായ നഗരം പെഷവാർ. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. 2024 ഹുറൂൺ റിച്ച് ലിസ്റ്റിൽ അംബാനിയെ മറികടന്ന് അദാനി കുടുംബം. 1 വർഷം കൊണ്ട് അദാനി കുടുംബത്തിന്റെ ആസ്തിയിലുണ്ടായത് 95% വർധന. ആദ്യമായി പട്ടികയിൽ ഇടം പിടിച്ച് ഷാറൂഖ് ഖാൻ. ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം 29% ഉയർന്ന് 334ആയി. ജെൻസെറ്റ് മില്ലേനിയൽ ദമ്പതികൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനായി കൂടുതൽ പണം മുടക്കുമെന്ന് റിപ്പോർട്ട്. സാധാരണ ചെലവിടുന്നതിനേക്കാൾ 50% കൂടുതൽ ചെലവാക്കാൻ തയ്യാറെന്ന് ദമ്പതികൾ. ദീപാവലി ഉത്സവ സീസണിൽ നിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ബുക്കിംഗുകളിൽ 30 മുതൽ 35% വർധനയുണ്ടായെന്ന് ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോമായ ഇക്സിഗോ. സ്വകാര്യതാ സംരക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങി വാട്സാപ്പ്. ഫോൺ നമ്പർ ഇല്ലെങ്കിലും യൂസർ നെയിം ഉപയോഗിച്ച് വാട്സാപ്പിൽ പരസ്പരം മെസ്സേജ് അയക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് അവതരിപ്പിക്കുക. കായിക വാർത്തകൾ. ഫ്രഞ്ച് ഫുട്ബോൾ താരം കിലിയൻ എംബാപ്പയുടെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു. അക്കൗണ്ടിൽ നിന്ന് തുടരെ പോസ്റ്റുകൾ. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പുകഴ്ത്തിയും മെസ്സിയെ പരിഹസിച്ചും ടോട്ടനം ക്ലബിനെ കളിയാക്കിയും പോസ്റ്റുകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇമ്പാക്ട് പ്ലെയർ നിയമത്തെ പിന്തുണച്ച് സഹീർ ഖാൻ. ഒട്ടേറെ പ്രതിഭകൾക്ക് അവസരം ലഭിക്കുമെന്നും ക്രിക്കറ്റിന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് ഗുണം ചെയ്യുമെന്നും വാദം. പരിക്ക് ഭേദമായ മെസ്സി പരിശീലനം പുനരാരംഭിച്ചു. ഇന്റർ മിയാമിയുടെ ശനിയാഴ്ചത്തെ മത്സരത്തിൽ കളിക്കുമെന്ന് പ്രതീക്ഷ. US ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച് 3-ാം റൗണ്ടിൽ. വനിതാ വിഭാഗത്തിൽ കോക്കോ ഗൌഫിനും അരീന സബൻലാക്കിക്കും ജയം. യാനിക് സിന്നറും അൽക്കാരസും ഇഗാ ഷോംതെക്കും 2-ാം റൗണ്ട് പോരിനിറങ്ങും. വംശീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ച് റയൽ മാഡ്രിഡിന്റെ ബ്രസീൽ താരം വിനീഷ്യസ് ജൂനിയർ. അധിക്ഷേപം നേരിട്ടാൽ താനും സഹതാരങ്ങളും മൈതാനം വിടുമെന്ന് മുന്നറിയിപ്പ്. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. കരീന കപൂർ നായികയാകുന്ന ചിത്രം ദ ബക്കിംഗ്ഹാം മർഡേഴ്സ് സെപ്റ്റംബർ 13-ന് റിലീസ് ചെയ്യും. ഹൻസാൽ മെഹ്തയാണ് സംവിധാനം. അജിത് കുമാർ നായകനാകുന്ന ചിത്രം വിടാമുയർച്ചയുടെ റിലീസ് വൈകുമെന്ന് റിപ്പോർട്ട്. ദീപാവലി റിലീസിന് എത്തുമെന്ന് പ്രതീക്ഷിച്ച ചിത്രം നവംബറോടെ റിലീസ് ചെയ്യുമെന്നാണ് വിവരം. രജനീകാന്ത് ലോകേഷ് കനകരാജ് ചിത്രം കൂലിയിൽ മലയാളി താരം സൗബിൻ ഷാഹിറും. ദയാൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സൗബിന്റെ ക്യാരക്ടർ പോസ്റ്റർ പങ്കുവച്ച് സംവിധായകൻ ലോകേഷ് കനകരാജ്. കെട്ടിയോളാണെന്റെ മാലാഖ, റോഷാക്ക് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ പൃഥ്വിരാജ് നായകൻ. ഐ നോബഡി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ രചന സമീർ അബ്ദുൾ ആണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ചുരുൾ നാളെ തിയേറ്ററുകളിലേക്ക്. സർക്കാരിന്റെ പട്ടികജാതി പട്ടികവർഗ വിഭാഗ ശാക്തീകരണ കാഴ്ചപ്പാടിന്റെ ഭാഗമായി നിർമ്മിച്ച ചിത്രമാണ് ചുരുൾ. വൈറൽ ട്രെൻഡ്സ്. കൗതുകമുണർത്തി മരത്തടിയിലൊരുക്കിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രം. വീഡിയോ വൈറൽ. ഓണപ്പാട്ടിന് ചുവടുവെച്ച് പെൺകുട്ടികൾ. വീഡിയോ ഏറ്റെടുത്ത നെറ്റിസൺസ്. മനോഹരമായൊരു ചിത്രം വരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇതിനോടകം നിരവധി പേരാണ് വീഡിയോ ലൈക്ക് ചെയ്തിരിക്കുന്നത്. വൈറലായി വിമാനത്തിലൊരു വിവാഹ അഭ്യർത്ഥന. ഒറ്റ ദിവസം കൊണ്ട് 4 മില്യണിലധികം പേരാണ് വീഡിയോ കണ്ടത്. ഫാക്ട് ചെക്ക്. കുരങ്ങുപനി വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌൺ ഒരുങ്ങാൻ ലോകാരോഗ്യ സംഘടന നിർദ്ദേശം നൽകിയതായി വ്യാജ പ്രചാരണം. യഥാർത്ഥത്തിൽ കുരങ്ങുപനിക്കെതിരെ ജാഗ്രത വേണമെന്ന് മാത്രമാണ് WHO നിർദ്ദേശം. നാളത്തെ വാർത്തകൾ.
സംസ്ഥാനതല കർത്തവ്യവാഹകരുടെ യോഗം നാളെ നടക്കും. രാവിലെ 10-ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ചേപ്പാട് കായംകുളം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ 138 റെയിൽവേ ഗേറ്റ് നാളെ അടച്ചിടും. രാവിലെ 8 മുതൽ അടുത്ത മാസം 1 വരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് 3-ാം ഘട്ട ഓപ്ഷൻ രജിസ്ട്രേഷൻ സമർപ്പിക്കുന്നതിനുള്ള അവസരം നാളെ കൂടിയാണ്. വൈകിട്ട് 6 വരെ ഓപ്ഷൻ സമർപ്പിക്കാം. ഇടുക്കി ജില്ലയിലെ തദ്ദേശ അദാലത്ത് നാളെ ചെറുതോണി ടൗൺ ഹാളിൽ നടക്കും. രാവിലെ 8:30 മുതൽ രജിസ്ട്രേഷൻ തുടങ്ങും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഇസ്താംബൂളിൽ 2 മെട്രോ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം, 1 മരണം, 38 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് 2 ദിശകളിലുമുള്ള മെട്രോ ബസ് സർവീസുകൾ നിർത്തിവച്ചു. അഫ്ഗാനിസ്ഥാനിലെ ബദക്ഷാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ 5 മാസത്തിനിടെ പോഷകാഹാരക്കുറവ് മൂലം മരിച്ച കുട്ടികളുടെ എണ്ണത്തിൽ വർധന. പോഷകാഹാരക്കുറവ് മൂലം 26 കുട്ടികൾ മരിച്ചതായി അഫ്ഗാൻ ഭരണകൂടം. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.